ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾക്ക് ലഭിച്ച സ്കോർ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ മാർക്ക് ലിസ്റ്റ് .odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ലിബ്രിയോഫീസ് ബേസിലെ റിപ്പോർട്ട് സങ്കേതം ഉപയോഗപ്പെടുത്തി ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇംഗ്ലീഷിന് 35-ൽ കൂടുതൽ സ്കോർ ലഭിച്ച കുട്ടികളുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുള്ള ഇംഗ്ലീഷ് മാർക്ക് എന്ന ക്വറി ഉപയോഗിക്കുക. റിപ്പോർട്ടിൽ ക്ലാസ് നമ്പർ, നെയിം, ഇംഗ്ലീഷ് എന്നീ ഫീൽഡുകൾ ഉൾപ്പെടുത്തുക. സേവ് ആസ് സങ്കേതം ഉപയോഗിച്ച് റിപ്പോർട്ട് സേവ് ചെയ്യുക. The file marklist.odb in exam documents folder in home contains the scores obtained by the students in a class. Prepare a report of the students who scored more than 35 in English using the reports option in the LibreOffice base as per the following instructions. Use the English mark query given in the database file to prepare the report. Include the fields class number, name and English in the report. Save the report using Save As option. ഫയൽ തുറക്കുന്നതിനായി ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. തുറക്കേണ്ട ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. നമുക്ക് റിപ്പോർട്ടാണ് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് ഡാറ്റാബേസ് പാനലിൽ റിപ്പോർട്ട് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതാവശ്യമില്ല, ക്ലോസ് ചെയ്യുന്നു. ടേബിൾ ഓഫ് ക്വറീസ് എന്ന ഈ ഭാഗത്ത് ക്വറിയുടെ നേരെ ഇംഗ്ലീഷ് മാർക്ക് എന്നത് നിർബന്ധമായും സെലക്ട് ചെയ്തിരിക്കണം. മറ്റൊരു ചോദ്യത്തിൽ ഇവിടെ IT മാർക്ക് സെലക്ട് ചെയ്യാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കണം. ഇവിടെ ഇംഗ്ലീഷ് മാർക്ക് തന്നെയാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ചോദ്യം കാണുക. ഇംഗ്ലീഷ് മാർക്ക് എന്ന ക്വറി ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇനി റിപ്പോർട്ടിൽ വേണ്ട ഫീൽഡുകൾ ഏതെന്ന് നോക്കുക. ക്ലാസ് നമ്പർ, നെയിം, ഇംഗ്ലീഷ്. ക്ലാസ് നമ്പർ, നെയിം വേണം, ഇംഗ്ലീഷ് എന്നതും വേണം. കൺട്രോൾ കീ ഉപയോഗിച്ച് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ആരോ കീയിൽ ക്ലിക്ക് ചെയ്യുക. 3 ഫീൽഡുകളും കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് എന്നതിൽ വീണ്ടും ഒന്നുകൂടി നെക്സ്റ്റ്. ക്വറിയുടെ പേര് ഇംഗ്ലീഷ് മാർക്ക് എന്നാണ്. ഇനി ഇവിടെ ഫിനിഷ് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുന്നു. റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഈ റിപ്പോർട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. കാരണം ആ റിപ്പോർട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യണം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ഓപ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം 10 ഫോൾഡർ സെലക്ട് ചെയ്തു. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ ഇവിടെ പേര് നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. നമ്മളുടെ രജിസ്റ്റർ നമ്പറിൽ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞു.